എല്ലാ വർഷവും ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ദിനം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ ആകർഷണം പ്രൗഢഗംഭീരമായ പരേഡാണ്. കൃത്യമായ സമയക്രമം പാലിക്കുന്നതാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ നട്ടെല്ല്. എന്താണ് റിപ്പബ്ലിക് ഡേ അറിയോ? അമൃതേഷ് പറഞ്ഞില്ലേ എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് തനതായൊരു ഭരണഘടന നിലവിൽ വന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ഹൗസിലെ ദർബാർ ഹാളിൽ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാരി ആ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നു. The people of India have solemnly resolved to constitute India into a sovereign democratic republic. ചിന്തമീ പോച്ചതിരം താരമുത്തി തന്നു പോയതി സ്വാതന്ത്ര്യം. വന്ദേ മാതരം വന്ദേ മാതരം. ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. സിംഹമുദ്ര കടം കൊണ്ടിട്ടുള്ളത് അശോക സ്തംഭത്തിൽ നിന്നുമാണ്. സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവാണ്. സിംഹമുദ്രയിലാകെ 8 മൃഗങ്ങളുണ്ട്. പീഠത്തിന്റെ മുകളിൽ പരസ്പരം മുഖം തിരിഞ്ഞിരിക്കുന്ന 4 സിംഹങ്ങളും അതിനു താഴെ ആന, കുതിര, കാള, സിംഹം എന്നീ മൃഗങ്ങളും. ദേശീയ മുദ്രയുടെ അടിയിൽ കാണുന്ന വാചകമാണ് സത്യമേവ ജയതേ. സിംഹമുദ്ര നാം അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ഇത് ത്രിവർണ പതാക. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക. മധ്യഭാഗത്ത് നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോക ചക്രവുമുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ ഭാരതത്തിന്റെ ഔദ്യോഗിക നാണയമായ ഇന്ത്യൻ രൂപയുടെ ചിഹ്നമാണിത്. വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടുകളാണ് ഇന്ത്യയെ പൂർണ്ണമാക്കുന്നത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒരുക്കുന്ന ഈ ഏകത്വ ഭൂമികയെ ഒരു വർണ്ണമായി മാറുന്നു.